ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്നു നമ്മൾ ആത്മീയമായി ഏറെ ഗൗരവമുള്ള ഒരു ദിനത്തെ സ്മരിക്കുകയാണ്. 40-ാം വെള്ളി. വിശുദ്ധ വലിയ നോമ്പിൻ്റെ യാത്രയിൽ ഈ ദിനം വളരെ പ്രത്യേകതയുള്ളതാണ്. ഇതൊരു സാധാരണ വെള്ളിയാഴ്ചയല്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഒരാഴത്തിലുള്ള തിരിഞ്ഞു നോക്കലിൻ്റെയും ആത്മപരിശോധനയുടെയും ദൈവസന്നിധിയിൽ പുതുക്കപ്പെടലിൻ്റെയും ദിനമാണ്. 40-ാം വെള്ളിയുടെ ആത്മീയ പ്രാധാന്യം എന്ന് പറയുന്നത് 40 എന്ന സംഖ്യ വിശുദ്ധ ബൈബിളിൽ ആവർത്തിച്ചു കാണുന്ന ഒരു ദൈവീക അടയാളമാണ്. മോശ സീനായി മലയിൽ 40 ദിവസം ഉപവസിച്ചു. പ്രവാചകനായ ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 40 ദിവസത്തെ ഉപവാസം അനുഭവിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചത്. ഈ 40 ദിവസങ്ങൾ വെറും ഭക്ഷണം ഒഴിവാക്കലല്ല, അത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ശരീരത്തെ നിയന്ത്രിച്ച് ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവിക പരിശീലനമാണ്. ക്രിസ്തുവിൻ്റെ ഉപദേശവും പരീക്ഷണവും വിശുദ്ധ സുവിശേഷങ്ങൾ നമ്മോട് പറയുന്നത് ഉപവാസത്തിൻ്റെ അവസാനം പിശാച് യേശുവിനെ പരീക്ഷിക്കുവാനെത്തി. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് കൽപ്പിക്കുക എന്നാണ് പിശാച് അവനോട് പറഞ്ഞത്. മലയുടെ അഗ്രഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തി നീ ഇവിടെ നിന്നും താഴേക്ക് ചാടുക എന്ന് പറഞ്ഞു. എന്നെ ആരാധിച്ചാൽ ലോകം മുഴുവൻ നിനക്കു തരാമെന്നും പിശാച് യേശു തമ്പുരാനോട് പറഞ്ഞു. ഇങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? യേശു ഒരത്ഭുതവും ചെയ്തില്ല. അവൻ തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ചില്ല. അവൻ ഉപയോഗിച്ചത് എന്താണ്? ദൈവവചനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുക തുടങ്ങിയ ഈ വചനങ്ങൾ കൊണ്ട് അവൻ പിശാചിനെ ജയിച്ചു. ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം, ഇവിടെ നമുക്ക് ഒരു വലിയ പാഠമുണ്ട്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും. പക്ഷേ ജയിക്കുവാനുള്ള ആയുധം എന്താണ്? ദൈവവചനം, പ്രാർത്ഥന, ഉപവാസം. ഈ 40-ാം വെള്ളി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം എങ്ങനെ ജീവിക്കണം എന്ന ചോദ്യമാണ്. ഈ വിശുദ്ധ വലിയ നോമ്പ് 2 ഘട്ടങ്ങളായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമ്പരാഗത വിശ്വാസപ്രകാരം ഈ വിശുദ്ധ വലിയ നോമ്പ് 2 ഘട്ടങ്ങളായി കാണപ്പെടുന്നു. ആദ്യ ഘട്ടം ആത്മപരിശോധനയുടെ കാലമാണ്. 2-ാം ഘട്ടം പീഠാനുഭവത്തിലേക്ക് നയിക്കുന്ന കാലമാണ്. ഇന്ന് ഈ 40-ാം വെള്ളി ആദ്യ ഘട്ടത്തിൻ്റെ സമാപനമാണ്. അതായത് ആത്മപരിശോധനയുടെ കാലം സമാപനമാണ്. ഇത് ഒരു ഇടവേളയല്ല, ഇത് ഒരു ആത്മീയ മുന്നറിയിപ്പാണ്. ഇനി കൂടുതൽ ആഴത്തിൽ ദൈവത്തിലേക്ക് നീങ്ങുക. വിശുദ്ധ മൂറോൻ കൂദാശയുടെ മഹത്വം എന്താണ് എന്ന് നമുക്കൊന്നറിഞ്ഞിരിക്കാം. ഈ 40-ാം വെള്ളി ദിനത്തിൽ മറ്റൊരു വലിയ അനുഗ്രഹത്തോടുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിലെ 11ാമത് വിശുദ്ധമായ മൂറോൻ കൂദാശ ദൈവലോകം അരമനയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന മഹത്തായ ഒരു ദൈവിക ചടങ്ങാണ്. മൂറോൻ എന്താണ്? മൂറോൻ എന്നത് പരിശുദ്ധമായ ഒരു തൈലമാണ്. പക്ഷേ ഇതൊരു സാധാരണ എണ്ണയല്ല, പരിശുദ്ധാത്മാവിൻ്റെ കൃപയുടെ അടയാളമാണ്. സഭയുടെ ഐക്യത്തിൻ്റെ പ്രതീകമാണ്. സഭയുടെ വിശ്വാസത്തിൻ്റെ മുദ്രയാണ്. വിശുദ്ധ മാമോദീസായിൽ മൂറോൻ ഉപയോഗിച്ചു
നാം ദൈവത്തിൻ്റെ മക്കളായി മുദ്രയിടപ്പെടുന്നു. വിശുദ്ധ മൂറോൻ കൂദാശയുടെ ആഴം വിശുദ്ധ മൂറോൻ കൂദാശ വളരെ അപൂർവമായി മാത്രമാണ് നടക്കുന്നത്. എന്തുകൊണ്ട്? കാരണം ഇത് സഭയുടെ ഏറ്റവും വിശുദ്ധമായ ചടങ്ങുകളിൽ ഒന്നാണ്. വിവിധ സുഗന്ധദ്രവ്യങ്ങളും എണ്ണകളും ചേർത്ത് ദീർഘനേരത്തെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ പവിത്രമാക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണിത്. ദേവലോകം അരമന മലങ്കര സഭയുടെ ആത്മീയ കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങും സഭയുടെ ചരിത്രത്തിൽ അമരങ്ങളായ അടയാളങ്ങളായി മാറുന്നു. ഈ 11ാമത് വിശുദ്ധമായ മൂറോൻ കൂദാശ 40ാം വെള്ളിയോട് ചേർന്നു നടന്നത് ഒരു ദൈവിക യാദൃച്ഛികമല്ല, അതൊരു ദൈവിക പദ്ധതി തന്നെയാണ്. 40 ദിവസത്തെ ഉപവാസം ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. വിശുദ്ധമായ മൂറോൻ ആ ശുദ്ധമായ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര പതിക്കുന്നു. ഇവ രണ്ടും ചേർന്നപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? പുതുക്കപ്പെട്ട ഒരു ആത്മീയ ജീവിതം. നമ്മുടെ ഇന്നത്തെ ഈ സന്ദേശം നമ്മോട് പറയുന്നത് വളരെ വ്യക്തമാണ്. ഉപവാസം ശരീരത്തിനല്ല, ആത്മാവിനാണ്. പ്രാർത്ഥന വാക്കുകൾക്കല്ല, ഹൃദയത്തിനാണ്. വിശ്വാസം കാണിക്കാനല്ല, ജീവിക്കാനാണ്. നമ്മുടെ പ്രതികരണം ഇന്ന് നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതം പരിശോധിക്കണം, തെറ്റുകൾ സമ്മതിക്കണം, ദൈവത്തിലേക്ക് മടങ്ങി വരണം. പ്രിയ സഹോദരങ്ങളെ, ഈ 40ാം വെള്ളി വെറും ഒരു ദിവസമല്ല, ഇതൊരു വിളിയാണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ദൈവികമായൊരു വിളി. ഈ വിശുദ്ധ മൂറോൻ കൂദാശ ഇതൊരു ചടങ്ങല്ല, ഇതൊരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. കർത്താവേ, 40 ദിവസത്തെ ഉപവാസത്തിൽ പ്രാർത്ഥനയിൽ തമ്പുരാനെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ വിജയിപ്പിക്കണമേ. പരിശുദ്ധ മൂറോന്റെ കൃപയാൽ ഞങ്ങളെ പുതുക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.